സാമൂഹ്യ നീതി എന്ന് പറഞ്ഞ് വാഹനം എടുത്ത 4 വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈഴവ സമുദായവും പിന്നോക്ക സമുദായത്തെയും കൊണ്ടു നടന്നിട്ട് എത്ര കൊല്ലം കൊണ്ടു നടന്നു ഞങ്ങൾ, എത്രയോ ലക്ഷം രൂപ പാർലമെൻറ്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ള ചെയ്ത്, എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ? വേണ്ട, നിങ്ങളവിടെ മനസ്സിലാക്കുക. അവർ വിളിച്ചപ്പോൾ പോകാതെ എന്നപ്പോൾ തൊട്ടല്ലേ എന്നെ എതിർക്കാൻ തുടങ്ങിയത്. ഇവരല്ലേ യഥാർത്ഥ വർഗീയവാദി, ഇവരല്ലേ? ഇവർ മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിന് അധിഷ്ഠമല്ലേ? ഇവർക്കെതിരായി പറയുന്ന മുസ്ലിംകാരെ പോലും ഇവർ വെച്ചേക്കുമോ? അവരെല്ലാം തകർത്ത് കൊല്ലുകയും ചെയ്ത ചരിത്രങ്ങളില്ലേ ഇവരുടെ കയ്യിൽ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഗുരുദേവന് പടം പോലും കാണാത്ത ഒരാളെ മലപ്പുറത്ത് നിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തപ്പോൾ അത് ശരിയായില്ല. അത് ഇടതുപക്ഷമാണ് കൊണ്ടുവന്നത്. കൊല്ലം SNDP യോഗത്തിൻ്റെ ആസ്ഥാനം, SN ട്രസ്റ്റിൻ്റെ ആസ്ഥാനം, ഈഴവഴേറെ ഉള്ള ആ പ്രദേശത്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എന്നെ ആദ്യ നിർത്ത ആരാണ്? കുഞ്ഞാലിക്കുട്ടിയാണ്. LDFൻ്റെ അല്ല UDFൻ്റെ കുഞ്ഞാലിക്കുട്ടി. ചന്ദ്രി എഡിറ്റോറിയൽ എഴുതില്ലേ? അപ്പോൾ അവരുടെ പ്രശ്നം വരുമ്പോൾ അവരെല്ലാം തന്നെ ഒന്നായി എന്നെ എതിർക്കുകയാണ്. അപ്പോൾ മതേതരവാദികളാണ് അവർ. ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകയാണ്. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത പുലർത്തുന്നു. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നതും പറഞ്ഞിരിപ്പിക്കുന്നതും ആരാ? നിങ്ങൾ നാലോചിച്ച് നോക്കും. അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് എന്ത് ഇത്രയും 56% ഇല്ലേ ഉള്ളൂ? ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ വരെ നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? പിന്നെ നിങ്ങൾ നടത്തണമെന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ഞാൻ ആരുടെ പേരും പറഞ്ഞില്ല. ഇവിടെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഇവിടെ 9 പേര് നോമിനേറ്റ് ചെയ്തു പാർലമെന്റിലേക്ക്. നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ 7 പേര് ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കുടുവാളുമായിട്ട് ഇറങ്ങിയാരാണ്? ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞില്ല. ന്യൂനപക്ഷങ്ങൾക്ക് 7 കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാ വിഭാഗങ്ങളും റാവുത്തർ വരെ സംഘടന വരെ ഇറങ്ങിയിരിക്കുകയാണ്. നവോത്ഥാന സംരക്ഷണം, മൂല്യ സംരക്ഷണം ഞാൻ രാജിവെക്കും. ഇതാരും അല്ലല്ല എന്നെ കൊണ്ടാണ് അവിടെ ഇരുത്തിയത്. പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കുന്നത് ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പോകും. അവരെല്ലാം ഞാൻ രാജിവെക്കുന്നു, ഞാൻ രാജിവെക്കുമെന്ന് പറയാൻ ഇവരെല്ലാം എന്നെ അവിടെ കൊണ്ടുവരുത്തിയത്.